ഫ്രണ്ട്സ്, പൊന്നൂസ് മീഡിയ ആൻഡ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ഡിഷ് ചെയ്യാൻ പോവാണ്. എന്താണെന്നല്ലേ? ക്യാപ്സിക്കം പനീർ മസാല. എന്താ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്യാപ്സിക്കം പനീർ മസാലയുടെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. മല്ലിയില, ബട്ടർ, ഉപ്പ്, മെയിൻ സാധനമായ പനീർ, ജീരകം, നല്ല ജീരകം, ക്യാപ്സിക്കം, പട്ട, ഗ്രാമ്പു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 4 വറ്റൽമുളക്, ടൊമാറ്റോ പ്യൂരി, സവാള. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ ഫ്രഷ് ക്രീം, അതിൻ്റെ കൂടെ വേണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കാഷ്യൂ ചേർക്കാം, അത് ഓപ്ഷണലാണ്. ഇപ്പം നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കാം. അതിന് നമ്മളൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് 4 വറ്റൽമുളക് ഇട്ടു. ഞാൻ പറയാൻ വിട്ടുപോയ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് മല്ലിയാണ്, പച്ചമല്ലിയാണ്. ഒരു ടേബിൾ സ്പൂൺ പച്ചമല്ലി, കൂടെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഇത്രയും സാധനം ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഇതെല്ലാം മൂത്ത് വരുന്ന സമയമാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ജീരകം കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഇതാ മൂത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് നമുക്ക് എടുത്ത് മിക്സിയിലോട്ട് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ആ കടായിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. കടായി ചൂടായിരിക്കുന്നതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ബട്ടർ ഇട്ടത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതേ, ഞാൻ സ്റ്റൗ ഇനി ഓണാക്കാൻ പോവാം. ബട്ടർ മെൽറ്റായി. കടായി നല്ല ചൂടായതുകൊണ്ട് ബട്ടർ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ടുണ്ട്. കരിയാതെ തന്നെ മെൽറ്റായി വന്നു. കാരണം നമ്മൾ ബട്ടർ ഇടുമ്പം അതിൻ്റെ കൂടെ എണ്ണ ചേർക്കാറുണ്ട്, ബട്ടർ കരിയാതിരിക്കാൻ വേണ്ടി. അപ്പം ഇതിൽ ഇപ്പോൾ കടായി ചൂടായിരിക്കുന്നുണ്ട്, അതിനകത്ത് നമ്മൾ സ്റ്റൗ വെക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇതാ ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പനീർ ഇടാം. അതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കവും ഇടുക. ഇത് രണ്ടും നമ്മൾ ഈ ബട്ടറിലിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ അതൊന്ന് വഴറ്റി അത് ചെറുതായിട്ടൊന്നും ഫ്രൈ ആകാനായി വെക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ ക്യാപ്സിക്കം ക്യാപ്സിക്കവും പനീറും നല്ലോണം ഫ്രൈ ആയിരിക്കുകയാണ്. നമുക്ക് ഒരു പാത്രത്തിലോട്ട് വെക്കാം. പ്ലേറ്റിലോട്ട് നമ്മളത് കോരി വെക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർക്കാം. കുറച്ച് ബട്ടർ കൂടെ ചേർത്തിട്ട് അതിൽ നമുക്ക് സവാള ആഡ് ചെയ്യാം. സവാള നമുക്ക് ക്യൂബായിട്ടോ അല്ലെങ്കിൽ സ്ലൈസ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് നമ്മൾ കറക്കി അരിയുന്ന ചെറിയ സ്ലൈസായിട്ടോ ക്യൂബായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം. കാരണം അത് വഴറ്റിയെടുക്കുന്ന സാധനമായതുകൊണ്ട് അത് പ്രത്യേകിച്ച് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. അത് നന്നായിട്ട് വഴന്ന് കിട്ടണം എന്ന് മാത്രം.
കിട്ടുന്നതിനായിട്ട് നമുക്ക് ഒരല്പം ഉപ്പ് ആഡ് ചെയ്യാം. ഇതിലൊക്കെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ടൊമാറ്റോ പ്യൂരിയും ആഡ് ചെയ്യാം. അല്പം മഞ്ഞൾ പൊടി, അല്പം ഗരം മസാല പൗഡർ, അതുപോലെ കുറച്ച് കസൂരി മേത്തി. ഇതൊക്കെ ഓപ്ഷണലായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ആ മസാല നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേകാനായിട്ട് വെക്കുക. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വേകാനായിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് വേകാനായിട്ട് നമുക്ക് വെക്കാം. ഇതാ നമ്മുടെ ഉള്ളി എല്ലാം വെന്ത് നല്ല പരുവത്തിലാക്കി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും പനീറും ചേർക്കുകയാണ്. ആഹാ, നല്ല മണം വരുന്നുണ്ട്. ഉപ്പൊക്കെ നമ്മൾ നോക്കി ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കും. നമ്മുടെ ക്യാപ്സിക്കം പനീർ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ കഴിക്കാം. ദോശ, ചപ്പാത്തി, ചോറ്, അങ്ങനെ എന്തിൻ്റെ കൂടെ നമുക്ക് ഇത് കഴിക്കാവുന്നൊരു കറിയാണ്. ഞാനിത് ഗ്രേവി കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് ഗ്രേവി കൂട്ടി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമുക്കിതിനി ഒരു സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സെർവിങ് ബോളിലേക്കും മാറ്റിയെടുക്കാം.
നമുക്കിത് ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഒരു പീസ് ബട്ടർ വെച്ചിട്ട് പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീം ഉപയോഗിച്ച് ഇപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം പനീർ മസാല റെഡി. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.